ഹലോ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം A4 ഷീറ്റിൽ ഇതുപോലെ ബോർഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു രണ്ട് ഇതാക്കാം. നമുക്കൊന്നിങ്ങനെ പാർട്ടീഷൻ ചെയ്യണം. ഇപ്പോൾ പാർട്ടീഷൻ ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ. അപ്പം ഈ ഒന്ന് കുറച്ച് ചെറുതും ഒന്ന് കുറച്ച് വലുതുമായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ച് ചെറിയ പോർഷൻ നമ്മൾ എന്തെങ്കിലും പിക്ചേഴ്സ് നമുക്ക് വരച്ചെടുക്കാം. അതർവൈസ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കിപ്പോൾ വരയ്ക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഇവിടെ നമ്മുടെ നെയിം സ്ലിപ്പ് ആകുമ്പോൾ നെയിം വേണം, സ്കൂൾ വേണം, പ്ലേസസ് എല്ലാം നെയിം സ്ലിപ്പിൽ ഉണ്ടാവും. പിന്നെ സബ്ജക്റ്റ് റോൾ നമ്മുടെ ഡിവിഷൻ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് എഴുതാം. ഞാൻ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ എഴുതിയെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കാൻ ഞാനിവിടെ സെലോ ടേപ്പാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾ കാണാൻ പറ്റുമെന്നില്ല, ഞാനൊരു ടിഷ്യൂ ടേപ്പാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഡബിൾ സൈഡഡ് ടേപ്പാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ടേപ്പാണ് നമ്മൾ അതിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പം അത് ഈ ഒരു ഇതിൻ്റെ മേലെ നമുക്ക് CD മാർക്കർ വെച്ചിട്ടാണ് എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ പെന്നൊക്കെ വെച്ചിട്ട് എഴുതി അത് ഭയങ്കരമായിട്ട് സ്പ്രെഡാവും. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് വാട്ടർ പ്രൂഫ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ സെലോ ടേപ്പ് ഒട്ടിച്ചത്. ദെൻ ഈ പുറകിൽ ഈ ടിഷ്യൂ ടേപ്പും ഡബിൾ ടേപ്പ് ഒട്ടിച്ചാൽ അതിങ്ങനെ പൊന്തിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ ടേപ്പ് ഒട്ടിച്ചത്. ഇനിയിപ്പോൾ ടിഷ്യൂ ടേപ്പ് ഇല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ആ ടൈമിൽ ഒന്ന് ഗ്ലൂ തേച്ചാൽ മതി. അല്ലെങ്കിൽ ഗ്ലൂ തേച്ചിട്ട് ഉണങ്ങാൻ വെക്കുക. നല്ലോണം പുറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള ടൈമിൽ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ആ പേപ്പറിൻ്റെ ബാക്കിലോട്ടാക്കിയാൽ ആ ഗ്ലൂ ഒരു സ്റ്റിക്കി ഫോമിലെത്തും. എന്നിട്ട് അത് ഒട്ടിക്കാം. നമുക്ക് ഇനി ജസ്റ്റ് ഇതിവിടെ ഇങ്ങനെ ഈ ഒരു ടൈം നമുക്ക് വേണ്ട ടൈമിൽ ഇതുപോലെ ടേപ്പ് പറിച്ചെടുക്കാം. ഇതൊരു ടേപ്പാണ്. അപ്പം ഞാൻ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഈ ടേപ്പ് പറിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. അപ്പം ഞാൻ ഇത് അടുത്ത വർഷത്തേക്ക് എടുക്കുന്നുള്ളൂ. ഇതിൽ ഈ വർഷം കഴിഞ്ഞല്ലോ. അപ്പം ഇതുപോലെ ഇഷ്ടം പോലെ എണ്ണം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കാം. ഈ സ്റ്റിക്കറിന് പകരം നിങ്ങൾക്ക് വരയ്ക്കുകയും ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരും. ബൈ.